ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് തേങ്ങ നിറക്കാതെ കഷ്ണങ്ങളൊന്നും വെന്ത് കുഴഞ്ഞു പോവാതെ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ? സദ്യ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ നിർബന്ധമാണല്ലോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വില കൂടുതലാണ്. സദ്യകളിലെ എല്ലാ വിഭവങ്ങളിലും തേങ്ങ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ തേങ്ങ നിറക്കാതെ നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറൊന്നും ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിതപ്പോൾ ഒരു കപ്പ് പരിപ്പ് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അത്രയും വേവൊന്നും ഇല്ലാത്തൊരു പരിപ്പാണ് ഉണ്ടായിരുന്നത്. 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെന്തൊടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവാനായിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് സാമ്പാറിലേക്ക് എടുത്തിട്ടുള്ളത്. മത്തങ്ങ, കുമ്പളങ്ങ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം സവാള, അതുപോലെ മുരിങ്ങക്കായ, ചെറിയുള്ളി, വെണ്ടയ്ക്ക, തക്കാളി, ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ ഓവറായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതപ്പോൾ ഞാൻ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ വേവിക്കണം എന്നില്ലാത്തവർക്ക് ഒരു വിസിലടുപ്പിച്ചാലും മതി കേട്ടോ. ഞാൻ 2 വിസിലടുപ്പിച്ചപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുക്കർ ചുഴറ്റിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അളവിൽ മാറ്റം വരുത്തുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെണ്ടക്കായൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെണ്ടക്കായും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതങ്ങനെ ഒരുപാട് നേരം ഇട്ട് കളറ് ചേഞ്ചാക്കി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. വഴറ്റാതെ സാമ്പാറിലേക്ക് ഇട്ടെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സാമ്പാറിന് ആ വഴുവഴുപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്നങ്ങ് വഴന്ന് വന്ന ശേഷം ഞാനിതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാമ്പാർ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ ഇത്ര തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അതൊന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. കഷ്ണങ്ങൾ പകുതി വേവായ സമയത്ത് തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്തത് കൂടാതെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കഷ്ണങ്ങളുടെ കൂടെ കിടന്നിട്ട് ഈ പുളിവെള്ളം നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കഷ്ണങ്ങൾ പകുതി വേവാകുമ്പോൾ തന്നെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവില്ല കേട്ടോ. പുളിരസം തട്ടുമ്പോൾ കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടഞ്ഞു പോവുകയും ചെയ്യില്ല. പുളി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വെന്ത് വരും ചെയ്യും കേട്ടോ. കുറച്ച് നേരം തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വെണ്ടക്കായ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കുക. വെണ്ടക്കായ നമ്മൾ വാട്ടിയെടുത്തതുകൊണ്ട് ഓൾറെഡി അത് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ അധികം വേവാനൊന്നുമില്ല കേട്ടോ. വെണ്ടയ്ക്കയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് സാമ്പാറിന് നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനിയൊന്നുമില്ല, നമുക്ക് കടുക് വറുത്തിടുക. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് ആ എണ്ണയിലിട്ടിട്ട് കുറച്ച് നേരം അതൊന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ കായംപൊടി അതുപോലെ നമ്മുടെ കറിവേപ്പിലൊക്കെ കരിഞ്ഞു പോവും. അതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി സാമ്പാർ റെഡിയായി കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ചോറിലേക്ക് മാത്രമല്ല, ഇഡ്ഡലി, ദോശ, അതിലേക്കൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പുളിവെള്ളം ഒഴിക്കുന്നതിന് പകരം തക്കാളിയുടെ അളവ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇഡ്ഡലിക്കും സാമ്പാറിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. സാമ്പാറിന് എത്രത്തോളം കുറുക്കം വേണമെന്നൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളി സാമ്പാർ കിട്ടും.
പലരും പല രീതിയിൽ സാമ്പാറൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.